പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിൽ ഉയരേണ്ടതായ പേര് ലൂസിഫർ എന്നായിരിക്കരുത്. ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിൽ ഉയരേണ്ടത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ലൂസിഫറിന്റെ തലയെ തകർത്തുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ പേരായിരിക്കട്ടെ. ഹല്ലേലൂയ. മാനവജാതിയുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ ഒരു ലൂസിഫർ മരിച്ചില്ല. മാനവജാതിയുടെ പരിഹാരത്തിന് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ നിന്റെ ഭവനത്തിലും നിന്റെ വായിലും ലൂസിഫർ അല്ല വായിൽ വരേണ്ടത്. യേശുവിനെ കുറിച്ചായിരിക്കട്ടെ നിന്റെ വീട്ടിൽ സംസാരിക്കേണ്ടത്. യേശു എന്ന പേരായിരിക്കട്ടെ നിന്റെ തലമുറ വാഴ്ത്തി പാടേണ്ടത്. നിന്റെ ഭവനത്തിൽ നീ സംസാരിക്കേണ്ട പേര് എമ്പുരാൻ എന്നല്ല. രാജാവിന് കീഴെയെന്നോ ദൈവത്തിന് മുകളിലെന്നോ അല്ലെങ്കിൽ രാജാവിന് മുകളിലെന്നോ ദൈവത്തിന് താഴെയെന്ന് പറയുന്ന ഒരു മീഡിയേറ്റർ എന്ന് പറയുന്ന എമ്പുരാൻ എന്നുള്ള പേരല്ല നിന്റെ വീടുകളിൽ പറയേണ്ടത്. തമ്പുരാൻ എന്നായിരിക്കട്ടെ. യേശു തമ്പുരാൻ എന്നായിരിക്കട്ടെ. ഹല്ലേലൂയ. കാരണം എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവരി യാഗമായി തീർന്നത് ലൂസിഫർ അല്ല, യേശു ക്രിസ്തുവാണ്. എമ്പുരാനല്ല, നമ്മുടെ തമ്പുരാനാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിയെ, നീ ഒരു കാര്യം നീ ഓർക്കണം, നീ ഒരു കാര്യം നീ ചിന്തിക്കണം. ആമേൻ. ഈ ഇങ്ങനെയുള്ള പേരുകളെല്ലാം ഉള്ളത് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ എഴുന്നേറ്റ് നീ ആരെങ്കിലും കൈയടിക്കുന്നുവെങ്കിൽ നീ ഓർത്തുകൊള്ളണം, നീ കൃപയിൽ വീണുപോയി. എന്റെ കർത്താവ് കാൽവരിയിൽ യാഗമായി തീർന്നത് കൊണ്ട്, ലൂസിഫറിന്റെ തലയെ തകർത്തുകൊണ്ട് 3-ാം നാൾ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ആ യേശു ക്രിസ്തുവിനെ ഓർത്ത് പറയണ, എന്റെ ദൈവം യേശു തമ്പുരാനാണ്.